2018 റിലീസായ ഫോർ കൈൻഡ്സ് ഓഫ് ഹൗസസ് എന്ന വളരെ രസകരമായ ഒരു കൊറിയൻ കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സിയോണിനെ കാണിച്ചുകൊണ്ടാണ്. സിയോൺ ഒരു ഫേമസ് ബോയ് ബാൻഡിലെ മെമ്പറാണ്. പക്ഷെ ആൾക്ക് ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. അത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കാതെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ തന്നെ സിയോണിന്റെ ബാൻഡ് ഒരു ലൈവ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു TV പ്രോഗ്രാമിനായി. ആ ഒരു ടീം ആ ബാൻഡിലെ ഒരു മെമ്പറിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൊണ്ട് തന്നെ ടെമ്പർ തെറ്റുന്ന സിയോൺ ആ മെമ്പറിനെ അടിക്കുകയും അത് ലൈവായി തന്നെ ടെലികാസ്റ്റ് ആവുകയും അങ്ങനെ സിയോണിനെതിരെ കുറെ പരാമർശങ്ങൾ വരികയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ബോയ് ബാൻഡ് വിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലും സിയോൺ എത്തുന്നുണ്ട്. സിയോൺ ആകട്ടെ അതൊന്നും വലിയ കാര്യമല്ലാത്ത മട്ടില് താമസ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അടുത്ത പ്രശ്നം. സിയോണിന്റെ താമസ സ്ഥലമാണിതെങ്കിലും സിയോൺ അവന്റെ 2 സുഹൃത്തുക്കൾക്ക് അവിടെ ഇടം നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കയറി കിടക്കാനായി ഒരു ഇടം ഇല്ലാതിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അവരാകട്ടെ സിയോണിനെ ഒരുമാതിരി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. സിയോണിന്റെ ഈ ദേഷ്യം കാരണം അവൻ ലൈഫിൽ കുറെ സ്ട്രഗിൾ ചെയ്യുമെന്നും ഈ ദേഷ്യം എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാണെന്നും അവർക്ക് അവനോട് നിൽക്കാൻ താല്പര്യമില്ലെന്നും ഒക്കെ പറയുമ്പോൾ അവർക്ക് ഇത്രയും നാളെ സ്റ്റേ ചെയ്യാൻ ഒരു ഇടം കൊടുത്ത സിയോൺ ഇപ്പൊ അവർക്ക് വേറെ കണക്ഷൻ ഒക്കെ ആയപ്പോ തന്നെ നൈസായിട്ട് ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞ തേക്കാണെന്ന് തോന്നി. അവരോടും ദേഷ്യത്തിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നീ ഒന്ന് നന്നാവാനേ പോകുന്നില്ലടാ. അപ്പൊ തന്നെ ദേഷ്യം കുറയ്ക്കാൻ പറഞ്ഞപ്പോ നീ ദേഷ്യപ്പെടുകയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫ്രണ്ട്സും അവനോട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ആകെ മൊത്തത്തില് സിയോൺ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുന്ന ഇതേ സമയം നമ്മുടെ കഥാനായികയായ യൂൻ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. യൂനിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഒരു കഫേ നടത്തുന്നത്. യൂൻ അങ്ങോട്ട് അവിടെ എത്തുന്നവർക്ക് അവർ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് സെർവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. അപ്സെറ്റ് ആയൊക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനായി കഫേയിലൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ മുഖം കാണുമ്പോഴേ അവർക്ക് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി യൂൻ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരെ ഓക്കെ ആക്കി എടുക്കാൻ നോക്കാറുണ്ട്. അവൾക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് യൂനിന്റെ കസിൻ ഒരാൾ ഫോറിനിലുണ്ട്. ആ പയ്യന്റെ പേര് ഹാൻ എന്നാണ്. ഹാൻ കുറച്ച് ദിവസത്തേക്ക് കൊറിയയിലേക്ക് എത്തുന്നുണ്ടെന്നും ഒരു 3-4 മാസം ഇപ്പോ അത്രയും ദിവസത്തേക്ക് അവന് സ്റ്റേ ചെയ്യാനായി ഒരു റെന്റ് ഹൗസ് നോക്കാനായും അവളോട് ആവശ്യപ്പെടുന്നു. കുറച്ച് ദിവസത്തേക്ക് ഇവൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു വീട് മൊത്തത്തിൽ അവന് വേണ്ടല്ലോ, ഷെയർ ചെയ്ത് എവിടെയില്ല റെന്റിന് എടുക്കാന്നാണ് അവൾ പ്ലാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ റേറ്റും കുറവാ, അവൻ അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അവൾ അതിന്റെ ആഡ് നോക്കുമ്പോഴാണ് നമ്മുടെ സിയോൺ ഇട്ടിരിക്കുന്ന ഒരു ആഡ് അവൾ കാണുന്നത്. സിയോണിന്റെ താമസ സ്ഥലം അവൻ മുന്നേ കൂട്ടുകാർക്ക് കൊടുത്തിരുന്നല്ലോ. ഇപ്പോ അവർ പോയതുകൊണ്ട് തന്നെ അവൻ അവിടെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആരെയും കൂടി കുറച്ച് പോർഷൻ റെന്റിന് കൊടുത്ത് അവിടെ താമസിപ്പിക്കാനായി അവൻ ഇങ്ങനെ ഒരു ആഡ് കൊടുത്തിരിക്കുകയാണ്. പയ്യന്മാരെ മാത്രമാണ് റെന്റിന് എടുക്കുമെന്ന് അവൻ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു. എന്തായാലും ഫോട്ടോസ് ഒക്കെ വളരെയധികം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫോട്ടോസ് ഹാനിന് അയച്ചു കൊടുക്കുകയും റെന്റിന്റെ കാര്യങ്ങളെ സംസാരിക്കാനായി സിയോണിനെ നേരിൽ പോയി കാണുകയും ചെയ്യുന്നു. സിയോൺ ആകട്ടെ അവന്റെ മുഖം വെളിപ്പെടുത്താത്ത രീതിയിൽ മാസ്ക് ഒക്കെ ധരിച്ചാണ് അവളുടെ മുന്നിൽ ഇരിക്കുന്നത്. കൂടാതെ അവളെ കണ്ടപാട് തന്നെ പെൺകുട്ടികൾക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്ന് അവൻ പറയുമ്പോൾ ഞാൻ എന്റെ കസിന് വേണ്ടി വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. റെന്റൊക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഹൈ റേറ്റ് ആണ് അവൻ പറയുന്നത്. ഷെയർ ചെയ്തിട്ടും ഇത്രയോ റേറ്റ് മൊത്തത്തിൽ എടുക്കാനല്ലല്ലോ എന്നൊക്കെ അവൾ തർക്കിക്കുമ്പോൾ വേണമെങ്കിൽ മതി അല്ലെങ്കിൽ പൊക്കോളാനായി അവൻ ഒരുമാതിരി അവളോട് സംസാരിക്കുന്നു. ആക്ച്വലി യൂനും റെന്റിനാണ് താമസിക്കുന്നത്. പക്ഷെ അവളുടെ താമസ സ്ഥലം വളരെ കൺജസ്റ്റഡ് ആയ ഒന്നാണ്. റെന്റ് വളരെ കുറച്ചാണ് അവൾ അവിടെ താമസിക്കുന്നത്. റെന്റ് കൊടുത്തിട്ട് തന്നെ കുറച്ചധികം നാളായി. അതിന്റെ പേരിൽ ഹൗസ് ഓണർ അവളെ ഇട്ട് എന്നും വരട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ആ കാര്യങ്ങൾ ഓർത്തവളോ ഇതിന് ഇത്രയും റേറ്റോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരുമാതിരി ഇരുന്നിട്ട് അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുഖം മറിച്ചിരിക്കുന്നത്, ആരാ നിങ്ങൾ വല്ല സീരിയൽ കില്ലർ ആണോന്ന് മറ്റുള്ളൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. നിന്നെ പോലെയുള്ള ഒരുത്തിയുടെ മുന്നിൽ എനിക്ക് മുഖം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സിയോൺ അവിടെ സംസാരിക്കുമ്പോൾ അവന്റെ ഈ ആറ്റിറ്റ്യൂഡ് അവൾക്ക് ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന അവൾ ഹാനിനെ ഫോൺ ചെയ്ത് ആ ഒരു സ്ഥലമൊന്നും വേണ്ട, ഹൈ റേറ്റ് പറയുന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അത് കൊളാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നീ അയച്ച ഫോട്ടോസ് കണ്ട് എനിക്ക് ആ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് റേറ്റ് ഒന്നും നോക്കണ്ട, ഞാൻ ക്യാഷ് അയച്ചേക്കാം. അത് തന്നെ റെന്റിന് എടുക്കാനായി ഹാൻ പറയുമ്പോൾ യൂണിന് വേറെ ഓപ്ഷൻ ഇല്ല. അവൾ സിയോണിനെ ചെന്ന് കണ്ട് വീണ്ടും റെന്റിന് എടുക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ച് എഗ്രിമെന്റിലൊക്കെ ഒപ്പിടുന്നു. അവനാകട്ടെ കാശ് കിട്ടി, പക്ഷെ ഇത് റീഫണ്ടബിൾ അല്ല, പറഞ്ഞ സമയത്ത് വന്ന് താമസിച്ചേ പറ്റൂന്ന് അവളോട് പറയുമ്പോൾ അതെ ഈ സ്ഥലമൊക്കെ കുറച്ച് വൃത്തിയാക്കി ഇടാൻ നോക്ക്, കൂടിയ റെന്റ് മേടിച്ചിട്ട് മാത്രം കാര്യമില്ല, ഇതേ കണ്ടില്ല ഫുള്ള് പൊടിയും പിടിച്ച് മോശമായി കിടക്കാണെന്നല്ല അവനെ തിരിച്ച് അവൻ തന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതിന്റെ കലിപ്പിന് അവളും പറയുന്നുണ്ട്. എന്നാലും അപ്പോഴും അവന്റെ മാസ്കിനെ പറ്റി അവൾ കളിയാക്കുന്നുണ്ട്. എന്താ ഫ്രണ്ടി പല്ലില്ലേ, അതോ മുഖത്ത് വലിയ പാടുവല്ലോ ഉണ്ടോ, എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ നിന്നെ പോലെയുള്ള ഒരു നാസ്റ്റിയുടെ അടുത്ത് എന്റെ മുഖം ഞാൻ എന്തിനു കാണിക്കണമെന്ന് അവൻ അപ്പോഴും ചോദിക്കുന്നുണ്ട്. മുന്നേ ഇവൻ നാസ്റ്റി എന്ന പേരിൽ അവളെ കളിയാക്കിയിരുന്നു. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നാസ്റ്റി എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര അൺപ്ലസന്റ് ആയിട്ട് ബാഡ് എന്ന ആ ഒരു അർത്ഥമൊക്കെയാണ്. അവൾ ആ കലിപ്പില് എന്തായാലും അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞ് നേരെ കാഫേയിലേക്ക് ചെന്ന് ഓ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് പൊലമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാൻ ഫോൺ ചെയ്ത് അവൻ ഇപ്പോ ഉടനെ കൊറിയയിലേക്ക് വരുന്നില്ല, പ്രോഗ്രാം ചേഞ്ച് ആയി, അതുകൊണ്ട് അത് ക്യാൻസൽ ആയി എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. കാരണം ഒരു 25,000 വോനം കണ്ടാണ് അഡ്വാൻസ് അടച്ചിരുന്നത്. ഇവളുടെ ശമ്പളത്തിന്റെ എത്രയോ ഇരട്ടിയാണതെന്ന് അറിയാവോ. ഈ അടച്ച കാശ് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഓൾറെഡി
ഓൾറെഡി ഹാനിനോട് അത് പറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഇവൻ അത് കൂളായിട്ട് എടുക്കുകയും വരുന്നില്ല, കാശ് പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് അത് തീരെ സഹിക്കുന്നില്ല. എങ്ങനെയും ആ കാശ് തിരിച്ച് മേടിക്കണമെന്ന് അവൾ പ്ലാൻ ചെയ്യാണ്. ഹാൻ അടച്ച കാശാണെങ്കിലും കാശ് തന്നെയല്ലേ ആരുടേതാണെങ്കിലും. അങ്ങനെ അവൾ അഡ്വാൻസ് എമൗണ്ട് തിരിച്ച് കിട്ടുമോ എന്നറിയാൻ ഈ നൈസ് ഐസിയോടൊരു മെസ്സേജ് അയക്കുമ്പോഴേക്കും ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അത് റീഫണ്ടബിൾ അല്ല എന്ന് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേൾക്കുന്നവൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവളുടെ താമസ സ്ഥലത്ത് നിന്ന് അവളുടെ ഹൗസ് ഓണർ പൂർണ്ണമായിട്ട് ഗെറ്റ് ഔട്ട് അടിക്കുന്ന വാടക കൊടുക്കാത്തതിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. അവൾ അടുത്ത ദിവസം ഒരു പയ്യനെ പോലെ വിഗൊക്കെ വെച്ച് ഗെറ്റപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താണ് സിയോന്റെ താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവൾ വേഷം മാറി അവളുടെ കസിൻ ഹാൻ ആയിട്ട് അവിടെ താമസിക്കാനായി ഒരു ശ്രമം അവിടെ നടത്തുകയാണ്. അങ്ങനെ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്ന തന്റെ മുന്നേ ഇരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് അറിയാതെ പയ്യനാണെന്ന ധാരണയില് സിയോൻ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അവന്റെ റൂമിന്റെ ഭാഗത്തേക്ക് വരരുത്, മുകൾ നിലയിലേക്ക് വരരുത്, അതേ തലയിടരുത്, ഇതേ തലയിടരുത്, അങ്ങനെ പല പല കാര്യങ്ങൾ. അതൊക്കെ ഓക്കെ പറയുന്ന യൂനാകട്ടെ അവൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നു. അവൾ ഈ സംസാരിക്കുമ്പോൾ ഒന്നും തന്നെ അവൻ അറിയില്ല ഇത് പെണ്ണാണ് ആണാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അവൾ കണ്ടീഷനായി പറയുന്നത് അവൾ ഇപ്പോഴാണല്ലോ സിയോന്റെ മാസ്ക് ഇല്ലാതെ കാണുന്നത്. ഒപ്പം തന്നെ അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ തുറന്ന് ചെറിയ കുട്ടിനിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വീട്ടില് കൂടെ ഒരു ആണാണ് താമസിക്കുന്നത് എന്ന് കരുതി ബാത്റൂമിൽ പോകുമ്പോൾ കുറ്റിയിടാതെ പോവുകയോ ഇതുപോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇല്ലാണ്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത്, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അവനും അത് കേൾക്കുമ്പോൾ നോർമലായി തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോഴും അങ്ങനെ സംസാരത്തിന്റെ ഒടുക്കം അവൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളൊന്നും ചിരിക്കുക പോലും ചെയ്യാത്തതെന്ന്. അത് കേൾക്കുന്നവൻ എന്റെ മുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവളും അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമും കൊള്ളാം, റൂമിൽ നിന്നുള്ള വ്യൂവും കൊള്ളാം, ആകെപ്പാടെ ഇതിന്റെ ഉടമയായ സിയോൺ മാത്രമുള്ള ഒരു പ്രശ്നക്കാരനെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ രാത്രി സമയത്ത് മുകൾ നിലയിലെ മുറിയിൽ നിന്ന് പിയാനോ വായിക്കുന്ന സൗണ്ട് കേൾക്കാം. അവൾ ചെന്ന് നോക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്, ഹൂഡിയൊക്കെ ധരിച്ച്. പക്ഷേ സിയോൺ അവൾ കയറി പോകുന്ന സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നോക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകരുതെന്ന് അവൻ പ്രത്യേകം കണ്ടീഷനിൽ പറഞ്ഞതുകൊണ്ട് അവൾ നൈസ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുമ്പോഴാണ് അവൾ അവനെ കാണുന്നത്. അവനാകട്ടെ ഫുഡൊന്നും കുക്ക് ചെയ്ത് കഴിക്കാതെ കുറച്ച് ഇലക്കറികളും മറ്റൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ ആളൊരു വിചിത്ര ജീവിതം തന്നെ, മര്യാദയ്ക്ക് സംസാരിക്കില്ല, മര്യാദയ്ക്ക് ചിരിക്കില്ല, മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ എന്ന് അവൾ കളിയാക്കുന്നുണ്ട്. എന്നാലും അപ്പോഴാണ് അവൾ ഇന്നലെ കേട്ട പിയാനോ സൗണ്ടിന്റെ കാര്യം ഓർക്കുന്നത്. അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ അതിന് ആൻസർ ഒന്നും നൽകുന്നില്ല. അവനാണ് പിയാനോ വായിച്ചതെന്ന് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. മറിച്ച് അവളോട് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്നോട് ഒത്തിരി അങ്ങ് സംസാരിക്കാൻ വിചാരിക്കേണ്ട, കുറച്ച് സംസാരിച്ചാൽ മതി, ഒരു 3 വാക്കിൽ കൂടുതൽ ഒരു ദിവസം എന്നോട് സംസാരിച്ചിരുന്നു. അത് കേൾക്കുന്ന അവൾ ഒന്നും മിണ്ടാതെ നേരെ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് അവളുടെ ആ ഫ്രണ്ടിന്റെ അടുത്ത് അവൾക്ക് സിയോണിനെ പറ്റി തോന്നുന്ന കാര്യങ്ങൾ പറയാണ്. ആള് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല, ഇങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു, അയാൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നല്ല. അവൾക്ക് പൊതുവെ ഇങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ തുടങ്ങിയോന്ന് ചോദിച്ച് ഫ്രണ്ട് അവളെ കളിയാക്കുന്നുണ്ട്. അന്നാകട്ടെ ജോലി കഴിഞ്ഞ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എത്തുന്ന അവൾ ഡയറ്റ് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന അവനെ നല്ല രീതിയിൽ പാചകം ചെയ്ത് ആ ഒരു സ്മെല്ല് കൊണ്ട് അവൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വലിയ ജാടൊക്കെ ഇട്ടിരുന്നു അവൾ വേണമെന്ന് ചോദിച്ചപ്പോ. പക്ഷെ ആ സ്മെല്ല് അടിക്കുന്ന അവന് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അവൾ കുക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവളുടെ കൈ തട്ടി ഒരു ടിൻ അവന്റെ കാലിൽ വീഴാനേ പോകുന്നുണ്ട്. ആക്ച്വലി അവന്റെ കാലിലല്ല അവളുടെ കാലിലാണ് അത് വീഴാൻ പോകുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്ന അവൻ അവളെ സേവ് ചെയ്യാനായി കാല് നീട്ടുമ്പോൾ അവന്റെ കാലിൽ കൊള്ളുന്നു. പക്ഷെ വേദന എടുത്ത് കണക്കി അവൻ കാണിക്കുന്നേ ഇല്ല. പക്ഷെ അത്രയും വലിയൊരു ടിൻ വന്ന് വീഴുമ്പോൾ എന്തായാലും വേദന എടുക്കുമെന്ന് അറിയാവുന്ന അവൾ അവനെ പിടിച്ചിരുത്തി ഐസ് ബാഗ് ഒക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവനൊരു പയ്യനാണ് മുന്നിൽ ഇരിക്കുന്നതെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. പക്ഷെ എന്തോ ഇങ്ങനെ അവൻ കൂടെ ഇരുന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അവളുടെ പ്രസൻസ് അവന്റെ നെഞ്ചിടിപ്പൊക്കെ കൂട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നവൻ ഈ പയ്യനെ കാണുമ്പോൾ എന്റെ നെഞ്ച് എന്തിനാ ഇങ്ങനെ പടപട ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് കാലെടുത്ത് മാറ്റുന്നു. എന്തായാലും അന്ന് രാത്രിയും അവൾക്ക് മുകൾ നിലയിൽ നിന്ന് പിയാനോയുടെ സൗണ്ട് ഉണ്ട്. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുന്ന ടീം അവനോട് അപ്പോഴും അവൾ പിയാനോ സൗണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ മുകളിൽ നിന്ന് അങ്ങനെ ഒരു സൗണ്ടും ഇല്ല, ഇനി സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, മുകൾ നിലയിലേക്ക് വരരുതെന്ന് നീയുമായിട്ട് വെച്ച എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു എന്ന് അവൻ പ്രത്യേകം അവളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അവളന്ന് ജോലിക്ക് പോയ ശേഷം അവൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ അവന്റെ മുന്നത്തെ റൂംമേറ്റ്സ് ഉണ്ടല്ലോ, അവൻ താമസിക്കാൻ ഇടം കൊടുത്ത ഫ്രണ്ട്സ്, അവരൊക്കെ തന്നെ ഇപ്പൊ അവരുടെ ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് താമസം മാറിയിരിക്കുന്നത്. ഇനി ഇപ്പൊ തന്റെ കൂടെയുള്ള ഈ പയ്യനും ഗേൾ ഫ്രണ്ട് ഉണ്ടാവുമോ? അവനും അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് താമസം മാറിപ്പോയി താൻ ഇവിടെ ഒറ്റയ്ക്കാവോ എന്ന് ചിന്തിക്കുന്നവൻ റെന്റിന് കൊടുത്തിരിക്കുന്ന ആ റൂമിൽ കയറി പരിശോധിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അവളൊരു പെണ്ണായതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കൈൻഡ് ഓഫ് ഒത്തിരി സാധനങ്ങൾ ആ റൂമിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അവളുടേതാണെന്ന് മനസ്സിലാക്കാതെ അവളൊരു ആണാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ അപ്പൊ അവന്റെ ഗേൾ ഫ്രണ്ടിന്റേതാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും അന്ന് നൈറ്റ് അവൻ അവൾക്കൊരു ഡിന്നർ നൽകുന്നുണ്ട്. അങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഇവർ പുറത്തൊരു റെസ്റ്റോറന്റിൽ വന്നാണ് ഡിന്നർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്ലേസ്, നല്ല ആംബിയൻസ് ഉണ്ട്, ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണിതെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഓർത്തോ? പുള്ളിക്കാരിയൊന്നും താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കരുത്, ഞാനൊന്നും സമ്മതിക്കില്ല എന്ന് അവൻ പറയുമ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല, പിന്നെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് അവളിങ്ങനെ പിറുവിറുക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് സംസാരിക്കുന്ന ടീം ആദ്യമൊന്നും യൂൺ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രോപ്പറായി ആൻസർ കൊടുക്കുന്നില്ലെങ്കിലും അവൾ സംസാരിച്ച് അവന്റെ വായിൽ നിന്ന് കാര്യങ്ങൾ പുറത്തു
കൊണ്ടുവരുന്നു. അതായത് അവൻ ഇതുപോലെ ഒരു ബോയ് ബാൻഡിലെ മെമ്പർ ആയിരുന്നെന്നും അവിടെ വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ബാൻഡിൽ നിന്ന് പുറത്തായെന്നും പിന്നെ അവന്റെ കൂടെ താമസിച്ചവർ ഇറങ്ങിപ്പോയെന്നും അവന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി സംസാരിക്കുമ്പോൾ അവന്റെ ഈ ദേഷ്യമൊക്കെ മാറ്റി ആളുകൾക്ക് അവനെ പറ്റിയുള്ള ഇംപ്രഷനൊക്കെ മാറ്റിയെടുത്ത് അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാനേ അവൾക്ക് സാധിക്കുമെന്നും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവൾ അവനൊരു ഓഫർ നൽകുമ്പോൾ അവൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവളാകട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത അട്രാക്ഷൻ അവൾക്ക് തോന്നുന്നുണ്ട്. അത് അവൾ തുറന്ന് പറയുന്നുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ കാണാനെന്ന്. പെട്ടെന്ന് ഇങ്ങനെ സീരിയസ് ആയി സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇവൾ ഇത് ഒരു കോംപ്ലിമെന്റ് ആയി പറയുമ്പോൾ അത് കേൾക്കുന്ന അവന് ചിരി വരുന്നുണ്ടായിരുന്നു. എപ്പോഴും അവൾ വീർപ്പിച്ച് വെച്ചതായി മാത്രം കണ്ടിട്ടുള്ള അവന്റെ ആ ഒരു മുഖത്ത് ചിരി വരുന്നത് കണ്ട് അവളും ഹാപ്പി ആവുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹാൻ നാട്ടിലേക്ക് എത്തുന്നുവെന്നും അവന്റെ താമസ സ്ഥലം നോക്കണമെന്നും പറഞ്ഞ് അവൻ വീണ്ടും യൂനിനെ കോൺടാക്ട് ചെയ്യുന്നത്. എടാ നീ തോന്നുമ്പോ വിളിച്ച് ഓരോന്ന് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ടെൻഷൻ ആവുന്ന യൂനാകട്ടെ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തുന്നു. അവൾ സിയോന്റെ അടുത്ത് ചെന്ന് എന്റെ ഒരു കസിൻ വരുന്നുണ്ട്, അവൻ കുറച്ച് നാൾ നാട്ടിൽ കാണും, ഇവിടെ വേക്കന്റ് ആയിട്ട് റൂം ഉണ്ടല്ലോ, അവിടെ ഒരു റൂമിൽ അവനെ താമസിപ്പിച്ചുവിടെന്നൊക്കെ സിയോനോട് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സിയോൺ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഹാൻ എത്തുന്ന ടീം പിക്ക് ചെയ്യാനായി പോകുന്ന യൂൻ അവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് അവനൊരു 3-4 മാസത്തേക്ക് നാട്ടിൽ കാണുമെന്നും പറഞ്ഞ് അഡ്വാൻസും അത്രയും നാളത്തെ റെന്റും ഒക്കെ കൂടി സിയോൺ ഓൾറെഡി അയച്ചു കൊടുത്തതുകൊണ്ടും ഇവൻ പിന്നീട് പ്ലാൻ ക്യാൻസൽ ചെയ്തതുകൊണ്ടും ആ ഒരു എമൗണ്ട് സിയോൺ റീഫണ്ട് ചെയ്യില്ല എന്നതുകൊണ്ടും തന്റെ താമസ സ്ഥലം കറക്റ്റ് സമയത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടും ആ ഒരു താമസ സ്ഥലത്ത് ഇപ്പോ ഒരു ആണിന്റെ വേഷം കെട്ടിയാണ് താൻ താമസിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ. അത് കേൾക്കുന്ന ഹാനാകട്ടെ നീ എന്ത് പണിയോ ഒപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ച് അമ്പരക്കുമ്പോ എടാ നിന്റെ കാശിന്റെ റെന്റിനാ ഞാനിപ്പോ താമസിക്കുന്നത്, ഞാൻ അതൊക്കെ തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ നീ അതൊന്നും എനിക്ക് തരണ്ട, മറിച്ച് ഞാൻ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനെ വന്നിരിക്കുന്നതെന്ന് അറിയാലോ, അതിന് എനിക്ക് മോഡലായിട്ട് നീ നിന്നാ മതി, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് ഹാൻ യൂനോട് പറയുമ്പോ പിന്നെ മോഡലായിട്ട് ഞാൻ നിൽക്കാനോ, ഞാനെന്താ അത്രയും ഹാൻഡ്സ് ആണോ എന്ന് ചോദിച്ച് അവളും ചിരിക്കുന്നു. എന്നില്ല ഇങ്ങനെ സിയോന്റെ താമസ സ്ഥലത്തേക്ക് ഹാനിനെയും കൂട്ടി യൂൻ വരുമ്പോ ഇവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ട് സിയോന്റെ എന്തോ ഒരു വല്ലാത്ത അസൂയ ഫീൽ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നാളെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിന് പോകണമെന്നൊക്കെ ഹാൻ യൂനിനോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന സിയോണിന് വീണ്ടും കുശുമ്പ്. ഇവർ ഷൂട്ടിന് പോകാനായി ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു ടൈം സിയോൺ യൂണിന്റെ അടുത്തേക്ക് ചെന്ന് നീ എന്നെ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് അഡ്വാൻസ് കാശ് നിനക്ക് അയച്ചിരുന്നു, എന്നിട്ട് എനിക്കൊരു ട്രീറ്റ്മെന്റും എടുക്കുന്നില്ലല്ലോ, എന്റെ ദേഷ്യമൊക്കെ മാറ്റി എന്നെ ക്യാരക്ടർ അടിമുടി മാറ്റി തരാന്ന് പറഞ്ഞിട്ട് എന്തൊന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ, ഇപ്പോഴേ ട്രീറ്റ്മെന്റ് തുടങ്ങിയേ പറ്റുന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവൻ സംസാരിക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് ഹാൻ യൂനിനെ ക്ഷണിച്ചത് ഒരു ഫീമെയിൽ മോഡലായി അവളെ വേണം എന്നതുകൊണ്ടാണ്. പക്ഷെ ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ മുന്നിൽ ആണായി അഭിനയിക്കുന്ന അവൾക്ക് ഫീമെയിൽ ഗെറ്റപ്പിലെ ഫോട്ടോഷൂട്ടിൽ നിൽക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവനെ ഒഴിവാക്കാന്ന് അവർ കുറെ പ്ലാൻ ചെയ്യുന്നു, ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ അധികം വൈകാതെ യൂൻ ഒരു പെൺകുട്ടിയാണ്, അവൾ ആൾമാറാട്ടം നടത്തി താമസിക്കുകയാണെന്ന കാര്യം മനസ്സിലാക്കുന്ന സിയോൺ യൂനെയും ഹാനെയും പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് തനിക്ക് ഇങ്ങനെ ആൾമാറാട്ടം നടത്തേണ്ടി വന്നതെന്നല്ല യൂൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഹാൻ 3 മാസത്തെ വാടകയും അഡ്വാൻസും ഒക്കെ ഓൾറെഡി അടച്ച ശേഷം അവൻ ഇങ്ങോട്ടേക്ക് വരുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തതും ഈ അടച്ച കാശൊന്നും സിയോൺ തിരിച്ചു കൊടുക്കാതായപ്പോ തന്റെ താമസ സ്ഥലവും നഷ്ടപ്പെട്ടതുകൊണ്ട് തൽക്കാലത്ത് നിലനിൽപ്പിന് വേണ്ടി അത് ചെയ്തതാണെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് മുഖം വെച്ചോണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല, 3-4 മാസം ഇവിടെ താമസിക്കാനുള്ള എഗ്രിമെന്റ് നമുക്കിടയിലുണ്ട്, ഞാൻ ആണാണോ പെണ്ണാണോ എന്നതൊന്നും അതിലങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനായി തെറാപ്പി നൽകാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനുള്ള ഒരു കൺസിഡറേഷൻ തന്നെങ്കിലും എന്നെ ഇവിടെ നിർത്തണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവളോട് മുന്നിൽ വെച്ച് ദേഷ്യപ്പെട്ടാണ് അവൻ സംസാരിക്കുന്നതെങ്കിലും മാറി നിന്ന് അവൾ പെണ്ണാണെന്ന് അറിഞ്ഞതിന്റെ ഭയങ്കര സന്തോഷം അവൻ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. കാരണം അവൻ ഇവളെ അടുത്തുള്ളപ്പോഴൊക്കെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താ ഇവനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് ഒരാണാണല്ലോ എന്ന രീതിയിൽ മനസ്സിന് അവന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആക്ച്വലി ആണല്ല പെണ്ണാണെന്ന് മനസ്സിലായപ്പോ അതിന്റെ ഭയങ്കര സന്തോഷമാണ് അവനെ കാണിക്കുന്നത്. പക്ഷെ ആ സന്തോഷമൊന്നും അവളുടെ മുന്നിൽ ഭാവിക്കുന്നില്ല. അവളുടെ മുന്നിൽ വെച്ച് നല്ല ദേഷ്യത്തിൽ തന്നെ മുഖം വെച്ച് എന്നാലും നീ പറഞ്ഞ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം, ഇവിടെ നിന്നോ, പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് തെറാപ്പി എടുത്ത് തരണോന്ന് അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പക്ഷെ അവിടെ ഈ 2 പയ്യന്മാരും ഒരു പെൺകുട്ടി മാത്രം താമസിച്ചാൽ ശരിയാവില്ല, ഒരു റൂമും കൂടി വേക്കന്റ് ആയിട്ടുണ്ടല്ലോ, ആ റൂമിൽ ഒരു പെൺകുട്ടിയെ നമുക്ക് ഷെയർ റെന്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് സിയോൺ പറയുമ്പോൾ യൂനും അതിൽ വിരോധമൊന്നുമില്ല. അങ്ങനെ അവർ പരസ്യം കൊടുക്കുന്നു. അത് കണ്ട് ഏഞ്ചൽ എന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെ ആ ഒരു റൂമിലേക്ക് റെന്റിന് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സിയോണിനെ മാറ്റാനായി അവന് നല്ലവണ്ണം ട്രെയിനിങ് നൽകുന്നുണ്ടായിരുന്നു യൂൻ. അവനെ ചിരിക്കാനൊക്കെ അവൾ പഠിപ്പിക്കുന്നുണ്ട്. ഏഞ്ചൽ ആണെങ്കിൽ ഓൺലൈനില് ലൈവ് മേക്കപ്പ് സെഷൻസ് ചെയ്യാറുണ്ട്. ഇത്തവണ അവൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ അതിൽ സിയോണിനെ കൂടി മേക്കപ്പിൽ ഉൾപ്പെടുത്താനായി യുവൻ പറയുമ്പോൾ അതെന്തിനാണെന്ന് സിയോൺ ചോദിക്കുന്നുണ്ട്. നിന്നെ പറ്റിയുള്ള ഇംപ്രഷൻ ആളുകളുടെ മുന്നിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്ന് അവളും പറയുന്നു. അങ്ങനെ ഏഞ്ചലിന്റെ ആ ഒരു ലൈവ് സ്ട്രീമിങ്ങില് സിയോണിന് അവൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ കാണുന്ന കുറെ പേര് ഓൾറെഡി ബോയ് ബാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് സിയോണിനെ അറിയാവുന്നവരാണ്. അപ്പൊ അവൻ ദേഷ്യത്തിൽ ഇങ്ങനെ പെരുമാറി അവിടുത്തെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഒരുപാട് ആള് മാറിപ്പോയല്ലോ എന്നൊക്കെ കമന്റ് ഇടാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോയുടെ അവസാനം ഏഞ്ചൽ മേക്കപ്പ്
ചെയ്ത് തന്നതിനുള്ള ഒരു താങ്ക്സ് എന്ന രീതിയിൽ ഒരു പാട്ട് പാടാനായി യൂൻ സിയോണിനെ സൈഡിലിരുന്ന് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഗിറ്റാറും ഒക്കെ എടുത്തു കൊടുത്ത് അവൻ അവിടെ പാട്ടും കൂടി പാടുമ്പോൾ അവന്റെ ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അവൻ തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങി വരണമെന്നും അവന്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നെന്നും അങ്ങനെ കുറെ പേര് കമന്റ് ഇടുന്നു. എന്തായാലും നല്ലൊരു ഇംപ്രഷൻ അവന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കിയെടുക്കാനായി കഴിഞ്ഞു എന്നത് വീഡിയോയ്ക്ക് വരുന്ന കമന്റ്സിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ നിൽക്കാതെ തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് ഇവര് സ്ട്രീം ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയം ഇവരൊക്കെ ഇപ്പൊ നല്ല ഫ്രണ്ട്സായി മാറിയിരിക്കുകയാണ്. സിയോണിന് വളരെയധികം മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ 4 പേരും പുറത്തു പോയി ഗെയിം കളിക്കുകയും ഫുഡ് കഴിക്കുകയും അങ്ങനെ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. തിരിച്ചു വന്നും എല്ലാവരും ഒന്നിച്ച് കുക്ക് ചെയ്യുകയും ഡ്രിങ്ക്സ് അടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കണ്ടോ നിനക്ക് നല്ല മാറ്റമില്ല, പുറത്തൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ എത്ര റേറ്റ് ആയേനെ, പക്ഷെ കണ്ടില്ലേ ഞാൻ എത്ര പെട്ടെന്ന് നിന്നെ മാറ്റിയെടുത്തെന്നൊക്കെ അവള് പറയുമ്പോൾ അതെ അവൻ മാറിയതിന് പിന്നിൽ അവൾക്കും കൂടെയുള്ള മറ്റു 2 പേർക്കും നല്ല ക്രെഡിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ മാത്രം ഇരുന്ന് സംസാരിക്കുന്ന ഒരു മൊമെന്റ് ആവുമ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട് ഇടയ്ക്ക് അവൾ കേട്ടിരുന്ന പിയാനോ സൗണ്ട് അവൻ സ്വന്തമായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായി ശ്രമിച്ചിരുന്നതാണെന്നും എന്തെങ്കിലും ഇനി തനിയൊരു ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഈ പാട്ട് പെർഫോം ചെയ്യുമെന്നും അത് അവൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമെന്നൊക്കെ. അത് കേട്ട് അവളും ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം അവൻ അവളോട് ഒരു താല്പര്യം അപ്പോഴേക്കും തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ, അതേ കണക്ക് തന്നെ അവൾക്കും അവനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ നിന്ന് വ്യക്തമാവുന്നത്. പക്ഷെ അന്ന് മറ്റൊരു പ്രശ്നം ഉണ്ടാവുന്നു. ഇന്ന് ഇവർ പുറത്തു പോയതിന്റെയും ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്തതിന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് എന്റെ റൂംമേറ്റ്സിന്റെ കൂടെ ഒരു ഹാപ്പി ഡേ എന്ന് പറഞ്ഞ് ഏഞ്ചൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പോസ്റ്റ് പെട്ടെന്ന് വൈറൽ ആവുമ്പോൾ ഈ 2 പയ്യന്മാരും 2 പെൺകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്നു, ഇവർ വിവാഹം ചെയ്യാതെ ലിവിംഗ് ടുഗദറിലാണോ എന്ന രീതിയിൽ ഭയങ്കരമായ റൂമർ ആ ഒരു ഫോട്ടോയെ പറ്റി സ്പ്രെഡ് ആവുകയും ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാനായി പാടുപെട്ടുകൊണ്ടിരുന്ന സിയോൺ അത് വീണ്ടും നെഗറ്റീവായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അതുമൂലം അവൻ ഭയങ്കരമായി ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യാനായി ചെയ്ത കാര്യങ്ങൾ അവന് പാരയായ കണക്ക് തോന്നുന്നവൻ ഇവരൊക്കെ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു എന്നതിനെ വളരെ മോശമായി ആളുകൾ കമന്റ് അടിക്കുമ്പോൾ അവരോടൊക്കെ താമസം മാറി പോകാനായി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹാനും യൂനും ഏഞ്ചലും സിയോണിന്റെ വാശി കൊണ്ട് തന്നെ അവന്റെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നു. സിയോൺ തങ്ങളെ ഇറക്കി വിട്ടത് അവന് താല്പര്യം ഉണ്ടായിട്ടല്ല, മറിച്ച് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴേക്കും യൂനിന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാനായി അവൾ തീരുമാനിക്കുന്നു. അതിനായിട്ട് അവന്റെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ടെങ്കിലും അവൻ ഒരു രീതിയിലും അവളുടെ ഹെൽപ്പ് ഒന്നും വാങ്ങാൻ തയ്യാറല്ല. വേണ്ട, കാര്യങ്ങൾ ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, എന്തായാലും ഇങ്ങനെയൊക്കെ എന്റെ ലൈഫിൽ ഇങ്ങനെയാ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് തെറ്റായി ഇന്ററപ്റ്റ് ചെയ്യപ്പെടാം, ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിൽ അതിന്റെ റിസൾട്ടുകൾ മാറി മറിയാ, വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഹെൽപ്പ് സ്വീകരിക്കുന്നില്ലെങ്കിലും അവൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സിയോൺ അറിയാതെ. അങ്ങനെ ആ വീഡിയോയ്ക്ക് ഹ്യൂജ് റെസ്പോൺസ് വന്നത് ഭയങ്കര വൈറൽ ആവുമ്പോഴാണ് അവൻ ആ കാര്യം അറിയുന്നത്. അതും ഹാൻ അവനെ ചെന്ന് കണ്ട് എടാ നീ ഇതൊന്ന് കാണുന്നു പറഞ്ഞു അവനെ കാണിക്കുമ്പോഴാണ് അവൻ കാണുന്നത്. അല്ലാതെ അവൻ സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറെ പേര് ഇങ്ങനെ ഷെയർ റൂം കൺസെപ്റ്റിൽ ഒരു പയ്യനും പെണ്ണും അല്ലെങ്കിൽ കുറച്ച് പയ്യന്മാരും കുറച്ച് പെൺകുട്ടികളും ഒക്കെ സ്റ്റേ ചെയ്യുന്നതിന് എപ്പോഴും മോശമായ രീതിയിൽ കാണാതെ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ പറയാണ്. ഒരു കൂട്ടം പയ്യന്മാര് മാത്രം അല്ലെങ്കിൽ ഒരു കൂട്ടം പെൺകുട്ടികൾ മാത്രം താമസിക്കുമ്പോൾ അവിടെ പല ഈഗോ ഇഷ്യൂസും കാര്യങ്ങളും വരാം. പക്ഷെ ഇങ്ങനെ മിക്സ്ഡ് ആയി താമസിക്കുമ്പോൾ നല്ല ഇന്റൻഷനിലാണ് താമസിക്കുന്നവർ കഴിയുന്നതെങ്കിൽ അവർക്കിടയിൽ തെറ്റായി ഒന്നും നടക്കാതെ പോസിറ്റീവായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഒരു പയ്യൻ ഒരു ഉദാഹരണമായി പറയുന്നത് അവന്റെ ആകെപ്പാടെ ഉണ്ടായിരുന്ന അമ്മ, ഫാമിലിയിൽ വേറെ ആരും അവനില്ല, ആ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ മരിച്ച ശേഷം ഒറ്റപ്പെട്ടു പോയ സമയത്താണ് അവന്റെ വീട് ഇങ്ങനെ ഷെയർഡ് റെന്റൽ കോൺസെപ്റ്റിൽ കൊടുക്കാനായി അവൻ തീരുമാനിച്ചത്. അതിനുശേഷം അവന് കുറെ ഫ്രണ്ട്സ് ആയി നല്ല രീതിയിൽ ഇപ്പൊ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മുക്തി നേടാൻ സാധിച്ചു എന്നിങ്ങനെയൊക്കെ. അതുപോലെ പലരും പല ഉദാഹരണങ്ങളും ഇങ്ങനെ താമസിക്കുന്നതിനെ പറ്റി പറഞ്ഞ വീഡിയോ സിയോന്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്തിടുന്നുണ്ട്. സിയോൺ ആകട്ടെ ആ വീഡിയോയിൽ ഇവരിങ്ങനെ ഷെയർഡ് റെന്റ് ആയിട്ട് താമസിക്കുന്നു എന്ന് മാത്രമായിരുന്നില്ല, ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ താമസിക്കാൻ തുടങ്ങിയത് എന്നതും ഓപ്പൺ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആളുകൾക്കുണ്ടായ തെറ്റായ കോൺസെപ്റ്റ് എല്ലാം മാറ്റിമറിക്കുകയാണ്. സിയോൺ അപ്പൊ കടന്നു പോരുന്ന സിറ്റുവേഷൻ എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആയിരുന്നു എന്ന് അവനെ പോലെ തന്നെ ഒറ്റപ്പെടൽ അനുഭവിച്ച് കുറെ നാൾ ജീവിച്ചിരുന്ന തനിക്ക് മനസ്സിലാകുമെന്നും താനും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഒറ്റപ്പെടുന്നവരെ ഹെൽപ്പ് ചെയ്യാനായി എപ്പോഴും ഒരു മുൻകൈ താൻ എടുക്കാറുള്ളതെന്നുമെല്ലാം ആ ഒരു വീഡിയോയിൽ അവൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സിയോണിനെ പറ്റി തെറ്റായി സംസാരിക്കുകയോ അവനെ പറ്റി അങ്ങനെ കമന്റ് അടിക്കുകയോ ചെയ്യരുത്. അവനല്ല ഈ ഒരു കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്, അത് തന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി താമസിക്കുന്നത്. അത് തന്റെ സാഹചര്യം മൂലം അങ്ങനെ എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമാണെന്നെല്ലാം പറഞ്ഞ് അവൾ ആ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് നല്ല സപ്പോർട്ട് ആ വീഡിയോയിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സിയോണിനൊക്കെ എതിരെ വന്ന ആരോപണങ്ങളും അങ്ങനെ മാറുന്നു. സിയോൺ ഈ വീഡിയോ കണ്ട് ഭയങ്കര ഇമോഷണലായി വേഗം യൂണിനെ കാണാനായി പുറപ്പെടുന്ന വഴിയിൽ തന്നെ ഏഞ്ചലിനെയും ഹാനിനെയും ഫോൺ ചെയ്ത് നിങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങുക, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാൻ, നമ്മുടെ വീട് അതെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അവൻ നേരെ പോകുന്നത് യൂൺ ജോലി ചെയ്യുന്ന കഫേയിലാണ്. അവിടെ വെച്ച് അവളെ കാണാനായി അവൻ്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും അവൾ ഫുഡ് ഉണ്ടാക്കി ആ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നതല്ലാതെ അവന്റെ മുന്നിലേക്ക് ചെല്ലുന്നില്ല. അവനത് മനസ്സിലാവുന്നുണ്ട്. അവൻ നൈസായിട്ട് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പോയോ എന്ന് അവൻ വന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ, മുന്നോട്ട് പോകാൻ തനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തില് വന്ന് നോക്കുന്ന അവളെ കാണുന്നവൻ പെട്ടെന്ന് അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നു. കാരണം അവൻ പോയിരുന്നില്ല, പുറത്ത് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. തുടർന്ന് അവളെ കിസ് ചെയ്ത് അവന്റെ ഇഷ്ടം അവൻ തുറന്നു പറയുന്നുണ്ട്. അവളും തന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് തന്നെ ആളുകൾ മോശമായി വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മാറ്റിമറിക്കാനായി അവൾ എടുത്ത ആ ഒരു എഫേർട്ടിൽ നിന്ന് അവന് വ്യക്തമായിരുന്നു. അവളും അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അങ്ങനെ അവരിവിടെ ഒന്നിക്കുകയാണ്. ഇവർ
മാത്രമല്ല ആ താമസ സ്ഥലത്ത് അങ്ങനെ 4 പേരും ഒത്തുകൂടുന്നുണ്ട്. പക്ഷെ അധികം വൈകാതെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ തിരിച്ച് ഫ്രാൻസിലേക്ക് ഹാൻ പോവാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ മടങ്ങി വരുമെന്നും അവൻ കൂട്ടുകാർക്ക് വാക്ക് നൽകുന്നു. ഇപ്പോ ഇൻഡസ്ട്രിയിലേക്ക് തന്റെ ചീത്തപ്പേരൊക്കെ മാറ്റി തിരിച്ചെത്താനായി സാധിച്ചിരിക്കുന്ന സിയോണും ഒരു കോൺസേർട്ടൊക്കെ വിദേശത്തേക്ക് പോവാണ്. അവൻ കൂടെ യോണിനെയും കൂട്ടുന്നുണ്ട്. അങ്ങനെ ഏഞ്ചൽ മാത്രം ഇവിടെ ആവുമ്പോ അവൾ അതിന്റെ പേര് ചിണുങ്ങുന്നതേയും നമ്മളെല്ലാം പെട്ടെന്ന് തിരിച്ചു വരുന്നേ, അപ്പോഴേക്കും വീട് നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നും പറഞ്ഞ് അവരൊക്കെ ഏഞ്ചലിനെ കളിയാക്കുകയാണ്. അങ്ങനെ ഇവരൊക്കെ ഇവിടെ ഹാപ്പി ആയിരിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയ കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.